സുഹൃത്തുക്കളെ, ഗസയിൽ ആര് ജയിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ ചർച്ച. അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരം, സാഹോദര്യവും സ്വാതന്ത്ര്യവും ജയിച്ചു, ഗോത്രമേനിയും മതമേനിയും പരാജയപ്പെട്ടു. എല്ലാ മതമേനികളും പരാജയപ്പെടേണ്ടതാണ്, എല്ലാ ഗോത്രമേനികളും പരാജയപ്പെടേണ്ടതാണ്. തങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവരാണ് എന്നുള്ള ബോധമുള്ളവർ പരാജയപ്പെടേണ്ടവരാണ്. ശക്തി കൊണ്ട് കീഴ്പ്പെടുത്താമെന്ന് വിചാരിക്കുന്നവൻ പരാജയപ്പെടേണ്ടവനാണ്, പരാജയപ്പെടേണ്ടവളാണ്. തൻ്റെ ആദർശം, തൻ്റെ മതം മറ്റുള്ളവരെക്കാൾ മികച്ചതാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും മറ്റുള്ളവർ തൻ്റെ അടിമകളാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, അവരൊക്കെയും പരാജയപ്പെടേണ്ടവരാണ്, പരാജയപ്പെട്ടവരാണ്. സാഹോദര്യമാണ് സന്തോഷം തരിക, സമത്വമാണ് സന്തോഷം തരിക. നമ്മുടെ ശരീരം തന്നെ നിങ്ങൾ നോക്കുക. മൂക്കിന് കാലിനേക്കാൾ എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്ന് മൂക്ക് കരുതിയാൽ അത് പ്രശ്നമാണ്. ശരീരത്തിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് എല്ലാം പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾക്ക് രോഗങ്ങളില്ലാതിരിക്കുക. അതിനപ്പുറം പ്രവർത്തിക്കുമ്പോൾ അത് പ്രശ്നമാവും. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അടിപറ്റി പുണ്ണുണ്ട്, അപ്പോൾ അവിടേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അവിടെ നമ്മൾ സമത്വം പറഞ്ഞിട്ട് കാര്യമില്ല, അത് വേറെ, അതും ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്. അങ്ങനെ അല്ലാതാവുമ്പോൾ നമ്മൾ മരിക്കും. ഈ താളാത്മകതയാണ് ജയിക്കേണ്ടത്. മറ്റുള്ളവൻ ജൂതനാണ്, ബ്രാഹ്മണനാണ്, തങ്ങളാണ്, ഒസാനാണ്, മറ്റവനാണ്, പറിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവൻ്റെ പേരിൽ കുതിര കയറുമ്പോൾ, ഒരു നാട്ടിലൊരു പ്രശ്നം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ക്രൈം നടക്കുകയാണ്, ആ ക്രൈമിനെ നോക്കിയിട്ട് നിങ്ങൾ അയാളെ ശിക്ഷിക്കുക. അല്ലാതെ ആ ക്രൈം ചെയ്തത് ആരാണ് എന്ന് നോക്കിയിട്ട് ശിക്ഷിക്കുമ്പോൾ അത് പ്രശ്നമാവും. നിയമം അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുക. അവിടെ ബന്ധങ്ങൾ, മതം ഒന്നും നോക്കാതെ അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ രാജ്യം ആരോഗ്യകരമായിട്ട് മുന്നോട്ട് പോകും. അത് ചിലരോട് വ്യത്യസ്ത രീതിയിൽ പെരുമാറുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകും, കുഴപ്പങ്ങളുണ്ടാകും. അതാണ് ആ രാജ്യത്തിൻ്റെ പരാജയം. മറ്റുള്ളവൻ്റെ സമ്മതത്തോടു കൂടി സഹകരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ നമ്മുടെ ഭാഷ മറ്റുള്ളവൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുക. ഇപ്പോൾ ഹിന്ദിക്കാർ അങ്ങനെ അടിച്ചേൽപ്പിക്കുക എന്നപ്പോൾ അങ്ങനെയാണ് പാകിസ്ഥാൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. അങ്ങനെ മറ്റുള്ളവൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പ്രശ്നങ്ങളുണ്ടാകും. അത് എവിടെയായാലും, തൻ്റെ മതമായാലും തൻ്റെ രാഷ്ട്രീയമായാലും എല്ലാം മറ്റുള്ളവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പ്രശ്നമാണ്. എല്ലാവരും ചെറുത്ത് നിന്നൊന്നും വരില്ല, പക്ഷേ ചിലർ ചെറുത്ത് നിൽക്കും. പൈസ കൊണ്ട് വാങ്ങിക്കാൻ കഴിയാത്ത ആളുകളും ഈ ലോകത്തുണ്ട്. അവർ കൂലിപ്പട്ടാളക്കാരെ പോലെയല്ല. അവർ പട്ടിണി കിടക്കും, അവർ ചാവാൻ തയ്യാറാകും, എല്ലാം അവർ ചെയ്യും. കാരണം എന്താണ്? അത് അവരുടെ ഒരു സംതൃപ്തി. എല്ലാവരും സംതൃപ്തിക്ക്, പലരുടെയും സംതൃപ്തി വ്യത്യസ്തമാണ്, പലരുടെയും ആനന്ദം വ്യത്യസ്തമാണ്. ചിലർക്ക് അങ്ങനെ ഒരു ആനന്ദം, ചിലർക്കൊക്കെ ഇതിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ളവരെ കീഴടക്കാൻ സാധിക്കില്ല. അങ്ങനെ കീഴടങ്ങാൻ വൈമനസ്യമുള്ള ആളുകളായിരുന്നു ഗസക്കാർ. തീർച്ചയായിട്ടും അവരുടെ ആ മാനസിക ബലത്തിന് മുന്നിൽ ലോക സൈനിക ശക്തി നിസ്സഹായനായി അല്ലെങ്കിൽ നിസ്സഹായരായി എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ഇസ്ലാമിക തീവ്രവാദികൾ അവരുടെ ശക്തി മുഴുവൻ എനിക്കെതിരെ ഉപയോഗിച്ചിട്ടും എന്നെ കീഴടക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെയുള്ള എനിക്ക് തീർച്ചയായിട്ടും അത് അഭിമാനിക്കാൻ കഴിയുന്നതാണ്. ദുബായിൽ വാട അല്ലെങ്കിൽ സൗദിയിൽ വാട എന്ന് വെല്ലുവിളിക്കുന്ന ശക്തി കൊണ്ട് കീഴടക്കാമെന്ന് വിചാരിക്കുന്ന കുറേ ഭീകരവാദികളായ മുസ്ലിം മൂളകൾ നമ്മുടെ നാട്ടിലും തീവ്രവാദികളുണ്ട്. പാകിസ്ഥാനിൽ ജനിച്ചാൽ അവൻ ജിഹാദിയാകുന്നു, ഇന്ത്യയിൽ ജനിച്ചവൻ സംഖ്യയാകുന്നു. ജനിച്ചത് എവിടെയെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെ സ്വഭാവം ഒന്നാണ്. പട്ടിയുടെ കളർ വ്യത്യാസം ഉണ്ടെങ്കിലും രണ്ടും പട്ടിയാണ്, സാധനം പട്ടിയാണ്, നായയാണ്. അതാണ് സാധനം. മനസ്സിലായോ? യജമാനന് വേണ്ടി കുരക്കുന്ന, കൂട്ടം കൂടുമ്പോൾ മാത്രം ശക്തി കൂടുന്ന നായയാണ് ഗോത്രജീവികൾ, നായകളാണ് ഗോത്രജീവികൾ, പന്നിക്കൂട്ടങ്ങളാണ് ഗോത്രജീവികൾ. അവർക്കൊന്നും ഈ ഗസയിൽ ആഹ്ലാദിക്കാനോ ഒന്നുമില്ല. നിന്റെ അള്ളാഹു എവിടെ? നിന്റെ രാമൻ എവിടെ? നിന്റെ യേശു എവിടെ? ഇതൊക്കെ നിന്റെ മണ്ടത്തരാണോ? നിന്റെ മണ്ടത്തരാണോ അതൊക്കെ? അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിന്റെ ഭ്രാന്ത്. ഒരു രോമം പറിക്കാൻ നിന്റെ ദൈവങ്ങൾക്ക് പറ്റില്ല. ദൈവത്തിൻ്റെ പേര് നാട്ടുകാരെ തല്ലിക്കൊല്ലാനും മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കാനും മനുഷ്യൻ്റെ ചോര വീഴ്ത്താനും മാത്രമേ നിന്റെ ദൈവങ്ങൾക്ക് പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ഗസക്കാരോടൊപ്പമാണ്, പക്ഷെ മുസ്ലിമിൻ്റെ ഒപ്പമല്ല. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളുടെ മേൽ കുതിര കയറുന്ന മുസ്ലിമിനൊപ്പം ഞാനില്ല. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ കുതിര കയറുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനോടൊപ്പം ഞാനില്ല, മുസ്ലിമിനോടൊപ്പം ഞാനില്ല. ഇവിടെ ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ ന്യൂനപക്ഷക്കാരനായ മുസ്ലിമിൻ്റെ ദേഹത്ത് അല്ലെങ്കിൽ മേലെ കയറുന്ന ഹിന്ദുവിനോട് ഞാൻ ഐക്യപ്പെടുന്നില്ല. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഗതിയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പാർലമെൻറ്റിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കാം, പക്ഷേ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. എൻ്റെ പഞ്ചായത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. എൻ്റെ നാട്ടിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. ഇവിടെ മുസ്ലിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വിഷയമാണ്. ഇപ്പോൾ ന്യൂനപക്ഷം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചില സംഖ്യകളൊക്കെ ഭൂരിപക്ഷമാണെന്നൊക്കെ പറയും.
പക്ഷെ അത് ഹിന്ദുക്കൾക്കും അപകടകരമാണ് ഇത്. കാരണം ഹിന്ദുക്കൾ എല്ലാവരും ഇവിടെ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ വേറെ എവിടെയാണ് അങ്ങനെ താമസിക്കുന്ന ആളുകളല്ല. അപ്പോൾ ഇതൊരു മഹാപ്രസ്ഥാനമാണ്, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഈ വർഗീയത വിളമ്പുന്നത് എല്ലാവർക്കും കേടാണ്, നഷ്ടമാണ്. അപ്പോൾ വർഗീയവാദികൾക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാൻ യാതൊരുവിധ വകയുമില്ല. തങ്ങളുടെ മേൽ എന്തെങ്കിലും ശക്തി ഉപയോഗിച്ച് കുതിര കയറാമെന്ന് വിചാരിക്കുന്നവർക്ക് മുന്നിൽ ചെറുത്തു നിൽക്കാൻ ഗസക്കാർ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾക്ക് ആവേശം നൽകുന്നു. അത് ഗസക്കാർ മാത്രമല്ല, ലോകത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ ചെറുത്തു നിന്നിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല. ആ ചെറുത്തു നിൽപ്പിന് അവർക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആ ചെറുത്തു നിൽപ്പ് വലിയ സംഭവം തന്നെയാണ്. ശ്രീലങ്കയിലായാലും ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ ചെറുത്തു നിൽപ്പ് എനിക്കിഷ്ടമാണ്. തൻ്റെ ഭാഷ ഭയങ്കര സൂപ്പറാണ്, അല്ലെ മറ്റതാണ് മറിച്ചതാണ്, തൻ്റെ മതം വലിയ സൂപ്പറാണ്, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു വന്നാൽ ഓട് മൈ എന്ന് പറയാനുള്ള ആർജവും നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നഷ്ടങ്ങൾ സഹിക്കാനുള്ള സന്നദ്ധത നമ്മൾക്കുണ്ടായിരിക്കണം. അടിമയായിട്ട് 1000 വർഷം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സമത്വത്തോടെ തന്നെക്കാളും മുകളിലും താഴെയുമല്ലാതെ ഏകോദര സഹോദരന്മാരെ പോലെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ജീവിക്കുന്നതാണ് മഹത്തരമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗസയിലെ പോലെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളും അവരുടെ അടിച്ചമർത്തലിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കട്ടെ. തീർച്ചയായിട്ടും അതിനുവേണ്ടി മനുഷ്യർ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.